കൊടുത്തു നമ്മുടെ പഹയന്മാരെ ഒന്നിനും കാണുന്നില്ലല്ലോ. വരുമുണ്ടോ വെള്ളം തിരക്കാതായിരിക്കുന്നേ വല്ലാതെ കഷ്ടമായി പോയിട്ടാ. എന്തോ കേട്ടോ ന്യൂസ് കണ്ടില്ലേ? ന്യൂസ് കാണായിരുന്നു. +2 ഒരു A+ കുറഞ്ഞത് കാരണം ഒരു പെൺകുട്ടി തൂങ്ങി വെച്ചു. അത് അങ്ങനെയല്ല മനസ്സിലാവട്ടെ. ഈ +2 പഠിച്ച ഈ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ കൂടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും ഫുൾ A+ ആണ്. ഇതിന് മാത്രമില്ല. ആ മറ്റുള്ള കുട്ടികളെ വിളിച്ച് ഇവരെ തൊട്ടടുത്ത വീടിനടുത്തുള്ള കലാസമിതിക്കാർ ആദരിക്കാൻ പറ്റിയത് അതിന്റെ സങ്കടം കൊണ്ട് മാനക്കേട് കൊണ്ട് ആ പറയുന്നു. വേറെ പോയി ഒന്നും പറയണ്ട. നമ്മളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു മൊമെന്റ് കൊടുക്കലൊക്കെ ആ പിന്നെ ജയിച്ച പിള്ളേർക്ക് മൊമെന്റ് കൊടുക്കണം. ഞങ്ങളെ സൗന്ദര്യ വകയായിട്ട് A+ കിട്ടിയ എല്ലാ കുട്ടികളും ഞങ്ങൾ അനുമോദിക്കുന്ന ചടങ്ങ്. അത് ഞങ്ങൾ വരാഴ്ച താമസിച്ചു പോയി. നല്ല ആണ്ടേട്ടാ, അടിപൊളി പരിപാടിയായിരുന്നു. പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് എത്ര പറയേണ്ടത്? ഇത്രയും ഭംഗിയായിരുന്നു ഞങ്ങൾ വിചാരിച്ചില്ല. എന്റെ ലക്ഷണ ഈ മുഴുവൻ വീട്ടുകാർക്ക് A+ കിട്ടാത്ത ആൾക്കാരെ നിങ്ങൾ ആദരിക്കും. അതെങ്ങനെ ആദരിക്കരുത്? അതെന്തേ? അത് ആദരിക്കാൻ പറ്റില്ല. ഈ കുട്ടിയുടെ കൂട്ടുകാരെ വലിയ യോഗം കൂടി എല്ലാവരും കൂടി ആദരിക്കുന്നു, മൊമെന്റോ കൊടുക്കുന്നു, മെഡൽ കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴേ ആ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ? അല്ല കുഞ്ഞാട്ടാ, ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പില് 3, 4, 5, 6 ആള് മത്സരിക്കുന്നില്ലേ? അതിൽ ഒരാളല്ലേ ജയിക്കുന്നില്ല കുഞ്ഞാട്ടാ? എന്റെ ലക്ഷണം അതുപോലെ ഇത് 5-10 കൊല്ലം ഒരേ ബെഞ്ചിൽ ഒരേ സ്കൂളിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ട് അവസാനം പരീക്ഷ എഴുതുമ്പോൾ ഒരു മാർക്കിനോ മറ്റോ A+ നഷ്ടപ്പെടുമ്പോൾ അവരെ മാത്രം ആദരിക്കുക, ഇവരൊക്കെ കിട്ടാൻ ഒരു വേദന ഉണ്ടാവില്ലേ? സുരേഷ് അത്രയ്ക്കുള്ളൊരു മനസ്സല്ലേ ഉള്ളൂ പോന്നേട്ടാ. ഈ പരിപാടി വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? പോയിന്നാ ഈ വായനശാലക്കാരോ ക്ലബ്ബുകാരോ ജയിച്ച മുഴുവൻ കുട്ടികളെയും വിളിക്കട്ടെ. അത് അവർക്ക് ഒരു സന്തോഷവും ഒരു ആശ്വാസമൊക്കെ അല്ലേ? അത് ശരിയാവുന്നില്ല. അത് നല്ല ഐഡിയ. എല്ലാരെയും വിളിച്ചിട്ട് വരാം. അല്ലെങ്കിൽ എന്റെ വിജയകുമാറെ, ഈ മെമന്റോ പറഞ്ഞ സാധനം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഉപയോഗമില്ലാത്ത സാധനം. ഈനിടയ്ക്ക് ഞാൻ എന്റെ ചങ്ങായിയുടെ വീട്ടിൽ പോയി. ഇപ്പൊ പുറത്ത് വലിയൊരു ചാക്കും കെട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചെയ്തെന്നാ ചാക്കും കെട്ടില് എന്നാരാ പറയുന്നത്, എന്റെ പിള്ളേർക്ക് കിട്ടിയ മൊമെന്റുകളാണ് അത് കഴിഞ്ഞ വർഷം കിട്ടിയത്. എന്താ ഈ സ്കൂളുകാരും ക്ലബ്ബുകാരും ഇങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. എല്ലാരും വിളിക്കണം, എല്ലാരും വിളിക്കണം. അതെ അതെ. എന്റെ അഭിപ്രായത്തില് മറ്റേ ലഡുവോ ജിലേബിയോ അല്ലെങ്കിൽ പായസമോ എന്തെങ്കിലും കൊടുത്ത ഒരു മധുര പലഹാരം കൊടുത്ത് അവരെ ഒന്ന് മധുരിപ്പിച്ച് വിടുന്നതായിരിക്കും ഏറ്റവും സന്തോഷം എന്ന് എനിക്ക് പറയാറുണ്ട്. അത് മാത്രം പറഞ്ഞാട്ടാ, ഇവർക്ക് ഒരു ബാഗോ പെന്നോ ബുക്കുകളൊക്കെ കൊടുക്കാലോ. ശരി, 100-150 റുപ്യ പോകുന്നല്ലോ. ഏറ്റവും ചുരുങ്ങിയത് 100-150 റുപ്യ വേണം. ആ പൈസ കൊടുത്തു കഴിഞ്ഞാല് ഈ പുസ്തകങ്ങൾ കിട്ടും. അത് 40-30% കുറവും കിട്ടും. അത് വാങ്ങിയിട്ട് വളരെ ഭംഗിയായി പറഞ്ഞിട്ട് കൂടുതൽ ഒരു പെന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അതാണ് നല്ലത്. ഈ പുസ്തകമൊക്കെ കൊടുത്താൽ ആരോടെ ഇപ്പം വായിക്കുന്നത്? അതിന് പകരം വല്ല മൊബൈലോ അതോ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അവിടെ നോക്കിയോ കളിക്കോ എന്തെങ്കിലും ചെയ്യും. എന്റെ കുതിരവട്ടാ, ഇനി മൊബൈലിലാണ്ടായിരിക്കും ജീവിക്കാൻ പറ്റുമോ? എന്റെ ലക്ഷണം നീ പറയുന്ന സത്യം തന്നെ. പക്ഷെ ഈ ഒന്ന് ആലോചിച്ച് നോക്കേ, പുസ്തകം വായിക്കണ്ടപ്പോ ഒരു 4-5 നോട്ട്ബുക്ക് വായിച്ചിട്ട് ഓരോ കുട്ടിക്കും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഉപകാരമാവുമല്ലോ. അത് ചെയ്യാലോ. ഏതായാലും മെമന്റോ ഒഴിവാക്കണം. എന്റെ തോന്നേട്ടാ, ഇങ്ങനെ ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കവർ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും ആ കൊടുത്ത ആളുടെ അഡ്രസ് പോവും. അതിന്ന് എല്ലാവർക്കും പേരല്ലേ വേണ്ടു. അവരോട് സ്നേഹം ഉണ്ടല്ലോ, അതാ സത്യം. അതാണ് സത്യം. +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.
9446007032, 9847813409, ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.